സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്തായി നിറഞ്ഞു നിൽക്കുന്ന താരമാണ് രേണു സുധി. അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു. രേണു അടുത്തിടെ അഭിനയിച്ച ഷോർട്ട് ഫിലിം, റീൽസ്, പരസ്യം എന്നിവയ്ക്കെല്ലാം വലിയ രീതിയിലുള്ള നെഗറ്റീവ് പ്രതികരണങ്ങൾ വന്നിരുന്നു. രേണു ഒപ്പം അഭിനയിക്കുന്ന ആളുകളുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നു, ഗ്ലാമറസ് വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നതൊക്കെയായിരുന്നു സൈബർ അമ്മാവന്മാരുടെ പ്രശ്നം. ഇതിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരം സൈബർ അധിക്ഷേപങ്ങൾ കേട്ട് താൻ പിന്നോട്ട് പോകില്ല എന്ന് പറയുകയാണ് രേണു സുധി. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവരുടെ പ്രതികരണം. തനിക്ക് കംഫർട്ടായ വേഷങ്ങൾ ധരിച്ചാണ് അഭിനയിക്കുന്നത് എന്നും അതിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്നും രേണു ചോദിക്കുന്നു. വിധവയായ സ്ത്രീ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കണം എന്ന ചിന്താഗതിയുള്ളവരാണ് ഇത്തരം നെഗറ്റീവ് പ്രതികരണങ്ങൾക്ക് പിന്നിൽ എന്നും അതിനെ ഗൗനിക്കുന്നില്ല എന്നും രേണു പറഞ്ഞു. തന്നെ ബോഡി ഷേമിംഗ് ചെയ്താലും സൈബർ അറ്റാക്ക് ചെയ്താലും തോറ്റ് പിന്നോട്ട് പോകില്ല എന്നും അവർ പറഞ്ഞു. രേണു സുധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമുക്ക് ജീവിതം തന്നെ വലിയ പാഠമാണ്. നമ്മളിൽ നിന്ന് സുധിച്ചേട്ടൻ വേർപെട്ടു പോയി. നമുക്ക് താങ്ങും തണലുമായിട്ട് നിന്ന് ആളാണ് പോയത്. നമ്മളെപ്പറ്റി എല്ലാ വചനങ്ങളും നെഗറ്റീവും കേട്ട് കേട്ട് സത്യം പറഞ്ഞാൽ മനസ്സ് കല്ലായിപ്പോയി, മരവിച്ചു പോയി. അതാണ് ഞാൻ ബോൾഡാകാനുള്ള ഒരു ശക്തിയായി മാറിയത്. സുധിച്ചേട്ടൻ്റെ വൈഫായത് കൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടുന്നത്. സുധിച്ചേട്ടൻ മരിച്ചുപോയി. അപ്പോൾ വിധവയായ സ്ത്രീ ഈ പറയുന്ന നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരുടെ ടീമിൽ വീട്ടിലിരിക്കണം. അവരുടെ ഭാഷയിൽ ഞാൻ അഭിനയിക്കുകയല്ല, അഴിഞ്ഞാടുകയാണ്. എന്നെ കാണാൻ കൊള്ളാത്തത് കൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറയുന്നത്. അവളെ കാണാൻ കൊള്ളത്തില്ല, അവളുടെ പല്ല് അങ്ങനെ, മോന്ത അങ്ങനെ. കഴിഞ്ഞ ദിവസം ഒരു വോയിസിൽ പറഞ്ഞിരിക്കുന്നു അവൾ എലിയുടെ മോന്ത ഉള്ളവളാണ് എന്ന്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവരുടെ സങ്കല്പത്തിലുള്ള സൗന്ദര്യത്തിലുള്ള സ്ത്രീ അല്ലായിരിക്കും ഞാൻ. അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്. ഞാൻ അഭിനയിക്കുന്നതിനെ അഴിഞ്ഞാടുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കാം. ഞാൻ പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇടുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫോട്ടോഷൂട്ട് എൻ്റെ ജോലിയല്ലേ? അതിൻ്റെ ഭാഗമായി എക്സ്പോസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? എനിക്ക് ഇണങ്ങുന്ന തരത്തിലാണ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്. അതിപ്പോൾ ഓവറാണോ അല്ലേ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അത് മറ്റുള്ളവർക്ക് ഓവറായിരിക്കാം. തുണി ഉടുക്കാതെ നടന്നാലും അത് എൻ്റെ ഇഷ്ടമാണ്. ശരിയാണ്, ഇവൾ ഇത്രയൊക്കെ മാറിയോ എന്ന് എല്ലാവർക്കും തോന്നിയേക്കാം. പക്ഷേ സുധിച്ചേട്ടനുള്ളപ്പോൾ എനിക്ക് ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കും. സുധിച്ചേട്ടൻ്റെ ഇഷ്ടമല്ലേ? സുധിച്ചേട്ടനുള്ളപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിരുന്നു. എനിക്ക് അറിയാവുന്നത് ഇതാണ് എന്ന് വെച്ച് ഞാനൊരു അഭിനയ സിംഹമൊന്നുമല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അഭിനയത്തിൽ ഞാനൊരു ശിശുവാണ്. എന്നെ വിളിക്കുന്ന ഓരോ ആൽബത്തിലും, ക്യാരക്ടറിലും, ഷോർട്ട് ഫിലിമിലും, പരസ്യത്തിലും, സിനിമയിലുമൊക്കെ വെറുതെ ഒന്നും അറിയാത്ത ആളെ അഭിനയിപ്പിക്കുമോ? ഒന്നും ചെയ്യാത്ത ആളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യണം എങ്കിൽ അതിൻ്റെതായിട്ടുള്ള ധൈര്യം വേണം. ഈ നെഗറ്റീവ് പറയുന്ന ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഇതുപോലെ ചെയ്യും. ഞാൻ മാറി നിൽക്കാം. എൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുമോ? പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം. ഈ ഡ്രസ്സ് നെഗറ്റീവായി എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അത് അത്യാവശ്യം ഇണങ്ങുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. മറക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ മറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നല്ല വയറല്ലേ? ആ വയർ കാണിക്കുന്നതിന് എന്താണ് പ്രശ്നം? എനിക്ക് ആ വയർ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ വയർ ഇഷ്ടമാണ്. ഞാൻ തുറന്ന് പറയുകയാണ്. കാരണം ആഫ്റ്റർ ഡെലിവറി ഞാൻ എൻ്റെ വയർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കാരണം വയർ ചാടിയിട്ടൊന്നുമില്ല. അങ്ങനെ വയർ ചാടിയിരിക്കുകയാണ് എങ്കിൽ ഞാൻ അത് ഇടില്ല. എനിക്ക് അത് ഇണങ്ങില്ല. അങ്ങനെ ഒരു സ്ത്രീയാണ് എങ്കിൽ ഞാൻ അത് ഇടില്ല. എനിക്ക് അത് കംഫർട്ടബിൾ ആണ്. എൻ്റെ വയറിന് എന്താണ് കുഴപ്പം? എനിക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിട്ടു. വയർ കാണിച്ചു. അതൊരു ഫോട്ടോഷൂട്ടാണ്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് സാരി ഉടുക്കുമ്പോൾ വയർ കാണത്തില്ലേ? വയർ കാണുന്നത് ഇത്ര വലിയ സംഭവമാണോ? വയർ കാണൽ ചടങ്ങ് വരെ ഇല്ലേ? ഈ നെഗറ്റീവ് പറയുന്നവരെ ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനിയും ഞാൻ കാണിക്കണോ? ഫോട്ടോഷൂട്ടിൽ ഇനിയും ഞാൻ കാണിക്കും. ന്യൂഡ് ഫോട്ടോഷൂട്ടൊന്നും ചെയ്യില്ല. രേണു സുധിക്ക് ഒരു പരിധിയുണ്ട്. പക്ഷേ ഇനി ചെയ്യില്ലായിരിക്കാം എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ചെയ്യാം. അതിൽ നിന്ന് ഞാൻ ചെയ്യും. അതിൻ്റെ എക്സ്ട്രീം ലെവലൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ചെയ്യാം, ചെയ്യാതിരിക്കാം. കാരണം ഇതെല്ലാം കേട്ട് കേട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു പോകും. എന്തായാലും നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇതൊന്നുമല്ല കേൾക്കുന്നത്, ചെയ്യാത്ത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട്. നമ്മളെ ഇപ്പോൾ എടുത്തു പൊക്കുന്നവർ എടുത്ത് താഴെയിട്ടാലും കുലുങ്ങത്തൊന്നുമില്ല. കാരണം ഞാൻ എനിക്ക് ഫെയിം ആകണം, എവിടെയെങ്കിലും കയറി വരണം എന്ന് കരുതുന്ന ആളല്ല ഞാൻ. ഒരു ഒഴുക്കിനനുസരിച്ച് വന്നു പെട്ടതാണ്. എന്നെ ഇനി എടുത്ത് താഴെയിട്ടാൽ പോലും എനിക്ക് അതൊന്നും വിഷയമല്ല. ആ ഓഡിയോയിൽ കേട്ട സ്ത്രീക്ക് ഒന്നുകിൽ മാനസിക പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഫേമസ് ആകാനുള്ള ശ്രമമായിരിക്കും. ആ സ്ത്രീയെ എനിക്ക് അറിയില്ല. ആ പേട്ട് സൗണ്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇവർക്ക് എന്നെ പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഞാൻ ഇവരുടെ മകനെയോ ഭർത്താവിനെയോ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു?
ചാന്ത് കുടഞ്ഞൊരു സീൻ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെ ഒരു സീനും എനിക്കും ദാസേട്ടനും ഓക്കെ അല്ല എന്ന് പറഞ്ഞിരുന്നു. കടലിലേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് മറിഞ്ഞു പോകുന്ന ഒരു സീനായിരുന്നു അത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്താലേ ഭംഗിയുണ്ടാകൂ എന്ന് ക്യാമറാമാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഓക്കെ അല്ലാത്തത് കൊണ്ട് വേണ്ട എന്ന് വെച്ചു. അതെങ്ങാനും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി നെഗറ്റീവ് കേൾക്കേണ്ടി വന്നേനെ, രേണു സുധി പറയുന്നു.